എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയെ മുഴുവനായി ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് 2 ഫയലുകളാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമതായി മാൻ എന്ന ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രതികരണം എന്താകും എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കൊപ്പം ജീവിതം ചെലവഴിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്നും ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും കാണാനോ ആകർഷിക്കാനോ ഒന്നും ആ വ്യക്തി തുനിയാറില്ല. കേവലം നിങ്ങളെ മാത്രം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഈ ലോകത്ത് നടക്കുന്ന കുതന്ത്രങ്ങളെക്കുറിച്ചോ തന്ത്രങ്ങളെക്കുറിച്ചോ തട്ടിപ്പുകളെക്കുറിച്ചോ കൃത്യമായ ധാരണകളൊന്നുമില്ലാതെ ഏറ്റവും നിഷ്കളങ്കമായ രീതിയിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് മൂലം നിങ്ങൾ മാത്രമാണ് ആ വ്യക്തിയുടെ ലോകം. നിങ്ങളല്ലാതെ ഒരു ലോകത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നു പോലുമില്ല. ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ ഒരു സൗഭാഗ്യമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ വ്യക്തി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയില്ല. ആ വ്യക്തി എങ്ങനെ അതിനെ ഉൾക്കൊള്ളുമെന്ന് പറയാൻ പോലും കഴിയില്ല. ഒരുപക്ഷെ ആ വ്യക്തി ആരോടും പരിഭവമില്ലാതെ, ആരോടും പകരം വീട്ടാതെ തൻ്റെ വിധിയാണെന്നോർത്ത് പിന്നോട്ട് പോയേക്കാം. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വിഷമമായി എന്നും ഉണ്ടാവും. പകരം ആ വ്യക്തി മറ്റാരെയും സ്വീകരിക്കണമെന്നില്ല. കാരണം ആ വ്യക്തിക്കറിയാം, താൻ ഏറെ സ്നേഹിച്ച ഈ വ്യക്തി എന്നെ തിരസ്കരിച്ചെങ്കിൽ ഇനിയും ആരെയും ബന്ധത്തിലേക്കായി കൊണ്ടുവരേണ്ട എന്ന് ആ വ്യക്തി തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രത്തോളം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം നടത്താനും ജീവിതം തന്നെ മാറ്റിവെക്കാനും ആ വ്യക്തി തയ്യാറാണ്. ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിക്ക് എതിരായിട്ടൊരു തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം പോലെ മറ്റാരും നിങ്ങളെ സ്നേഹിക്കണമെന്നുമില്ല. മറ്റാരുടെയും സ്നേഹം ആ വ്യക്തിയുടെ സ്നേഹത്തോട് കിടപിടിക്കാൻ കഴിയുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത്രത്തോളം സ്ഥാനവുമുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞ് നിങ്ങളൊരിക്കലും ആ വ്യക്തിയെ കൂടാതെ മറ്റാരെയും സ്വീകരിക്കാൻ സാധ്യതയില്ല. നിങ്ങളെ ആരെങ്കിലും അതിന് പ്രലോഭിച്ചാൽ പോലും. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത് ആട് എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ നിഷ്കളങ്കത നിറഞ്ഞൊരു ജീവിതമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം. പക്ഷേ നിഷ്കളങ്കമായി ചിന്തിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെ വരുന്ന ഏത് ഒരു പ്രതിസന്ധിയെയും ഒരുമിച്ച്, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ഒരു പവർ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഏത് സാഹചര്യത്തിലും തരണം ചെയ്ത് ജീവിക്കാനും ആ വ്യക്തിക്കറിയാം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ വ്യക്തിയെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അതിലൊരു വാശി കാണിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അകാരണമായി, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ എന്നെ തിരസ്കരിച്ചത് കൊണ്ട് തന്നെ ഞാൻ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് നിങ്ങളുടെ പുറകെ വരുന്നില്ല എന്നൊരു നിലപാട് ആ വ്യക്തി സ്വീകരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. പുറമേ പരിഭവവും പിണക്കവും, എനിക്ക് നിന്നെയും വേണ്ട, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എന്ന നിലപാടെടുത്താലും ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. കാരണം ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ പലപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം മുഴുവനും ആ വ്യക്തി പുറമേ കാണിച്ചിട്ടില്ല. സ്നേഹം മുഴുവനും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാനാണ് ആ വ്യക്തിക്ക് കൂടുതൽ ഇഷ്ടം. ഒരിക്കലും ആ വ്യക്തിയുടെ മനസ്സിലുള്ള മുഴുവൻ സ്നേഹം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്നിരുന്നാലും നിങ്ങളുമായി ചേർന്ന് ഏറ്റവും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ വെറും വാക്കായി പോലും ഈ വാക്ക് ആ വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തി അതിൽ പരിഭവം ഉണ്ടാകും. കാരണം ആ വ്യക്തി
സ്വപ്നത്തിൽ പോലും അത്തരം ഒരു സാഹചര്യം ചിന്തിക്കുന്നില്ല, അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് ഭയപ്പെടുന്നില്ല. കാരണം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മാർത്ഥത, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിരിക്കുന്ന ആത്മാർത്ഥത ഒരിക്കൽ പോലും, ഒരു നിമിഷം പോലും കളങ്കപ്പെടുത്താതെയാണ് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ആ വ്യക്തിക്കുള്ളിലുള്ള വാശിയും ആ വ്യക്തിക്കുള്ളിലുള്ള അഭിമാനബോധവും ഒരുപക്ഷെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പുറകെ വരുന്നതിൽ നിന്ന് ആ വ്യക്തിയെ പിന്തിരിപ്പിച്ചേക്കാം. ഉള്ളിലെത്ര വേദനാജനകമായിട്ട് മുന്നോട്ട് പോയാലും ഒരു കാരണവുമില്ലാതെ തന്നെ തിരസ്കരിച്ച അല്ലെങ്കിൽ തിരസ്കരിക്കുമെന്ന് പറയുന്ന ഒരു വ്യക്തിയെ തനിക്ക് വേണ്ട, അത്രയും താൻ തൻ്റെ അഭിമാനബോധം പണയം പെടുത്തുന്നില്ല എന്നുള്ള നിലപാട് ആ വ്യക്തി എടുത്തേക്കാം. പക്ഷേ അത് അവസാനമായിരിക്കും ഉണ്ടാകുക. അതുവരെ പരമാവധി നിങ്ങളെ തന്നെ സ്വീകരിക്കാനും നിങ്ങളെ തന്നെ ലഭിക്കാനും ആ വ്യക്തി പരമാവധി നിങ്ങളോടൊപ്പം നിൽക്കും, അതിന് ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.